Good morning. Last class we explained simplex method algorithm and we solved one questions using simplex algorithm. So let's go to the second questions. Solve the following LPP. Maximize z equal to 7x1 plus 5x2 subject to the constraints x1 plus 2x2 less than or equal to 6, 4x1 plus 3x2 less than or equal to 12, x1 x2 greater than or equal to 0. Okay, here we have two constraints and one objective function. So let's go to the our algorithm. So what is the first step? First step, if it is not an LPP, then convert into an LPP. It's already an LPP. Okay. So the second step, if there is any equality or inequality is there, we just use slack and surplus variable and make it an equality. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമുക്കറിയാം കൺസ്ട്രെയിൻസ് ആണ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്ലാക്ക് വേരിയബിൾസും സർപ്ലസ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഈക്വലിറ്റി ആക്കണം. ഇവിടെ നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസും ഏതാണ് ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ആകുമ്പോൾ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് യൂസ് ചെയ്യുക. സോ നമുക്കിനി എഴുതാൻ പറ്റുന്നതാണ് ഇത് x1 പ്ലസ് 2x2. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ വരുമ്പോൾ നമ്മൾ പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ, പ്ലസ് സ്ലാക്ക് വേരിയബിൾ. സോ പുട്ട് 1 s1 ഈക്വൽ ടു 6. നെക്സ്റ്റ് വി ഹാവ് 4x1 plus 3x2 plus L2. Here also less than or equal to plus S2. So use the second slack variable is equal to 12. Okay. So this we can write as a matrix form. Matrix form here x1 variables, then x2, then S1, then S2, then equal to our XB. Okay, so we can write in matrix form. Variable corresponding to x1, here 1, x2, here 2, here S1 1, here there is no S2 in first equation, so put here 0. Okay, next in second equation the coefficient of x1 is 4, then coefficient of x2 is 3, coefficient of s1 here no s1, so put 0, then coefficient of s2 1. So this is the matrix form, and here right hand side here 6 and here second equation 12. Okay, then we can write our new objective function is equal to, put our old objective functions, put all so if we use any variable in this function, in this constraints, this all variable should put into the objective function. So 7x1, നമ്മൾ ഇവിടെ ഏതൊക്കെ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വേണം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഈ ക്വസ്റ്റ്യനിൽ x1 x2 എന്നില്ല, രണ്ട് വേരിയബിൾസ് ആണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ രണ്ടേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ S1ഉം S2 ഒക്കെ ന്യൂ വേരിയബിൾസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ അതും ഇൻക്ലൂഡ് ചെയ്യുക. 7x1 പ്ലസ് 5x2 പ്ലസ് 0s1. Okay, 0 means coefficient of s1, put 0 for coefficient of new variables s1 and s2. Okay, then next step, then we can write to this our table. Okay, how many see here how many columns are there in table? If there m old variables, okay, and n new variables, then we will get m plus n plus 3. ഇവിടെ നമുക്ക് ഓൾഡ് വേരിയബിൾസ് ആയിട്ടുള്ള 2 വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ഇൻട്രൊഡ്യൂസർ വേരിയബിൾ ഒറിജിനൽ വേരിയബിൾസ് 2 ആണ്. x1ഉം x2ഉം ഇൻട്രൊഡ്യൂസർ വേരിയബിൾസ് 2 ആണ്. സോ നമുക്കുള്ളതാണ് 2 + 2 + 3 കോളംസ് ഉണ്ടാവും. ടോട്ടൽ 7 കോളംസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഉണ്ടാവും. സോ
അപ്പോൾ നമ്മൾ എഴുതുന്നത് ബേസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻട്രൊഡ്യൂസ്ഡ് വേരിയബിൾസ്. ഫസ്റ്റ് S1 S2. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് CB. ആ CB എന്താണ്? നമുക്ക് CB ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഈ സ്ലാക്ക് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ എന്താണ്? 0 ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സ്ലാക്ക് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. സോ പുട്ട് ഹിയർ 0 ആൻഡ് ഹിയർ ഓൾസോ 0. നെക്സ്റ്റ് XB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോൺസ്റ്റൻറ്റിനെ നമ്മൾ XB എന്ന് പറയാം. സോ 6, ഫസ്റ്റിൽ 6 ആണ്. നെക്സ്റ്റ് 12. നെക്സ്റ്റ് വരുന്നത് X1 X2, അതായത് ഈ ഒരു ഇതാണ് നെക്സ്റ്റ് വരുന്നത്. നമ്മൾ ഈ മെട്രിക്സ് ഫോമിൽ എഴുതിയത് ഫസ്റ്റ് ഇക്വേഷനിൽ S1 എത്രയാണ് വരുന്നത്, സെക്കൻഡ് ഇക്വേഷനിൽ എത്രയാണെന്നുള്ളത് നമ്മൾ ഈ മെട്രിക്സ് ഫോമാണ് ഇനി വരുന്നത്. ഫസ്റ്റ് X1 ഫസ്റ്റ് ഇക്വേഷനിൽ 1, നെക്സ്റ്റ് ഇക്വേഷൻ കോഎഫിഷ്യൻറ്റ് 4, നെക്സ്റ്റ് X2 2 3. ഓക്കെ, നെക്സ്റ്റ് S1 1 0, നെക്സ്റ്റ് S2 0 1. okay, then the next step is here, next step to conduct test, optimal test. Okay, conduct the test of optimality. Okay, for that we want to find Zj and Cj. Here what is Zj? Zj means here we just multiplied with CB and X1. Okay, 0 into 1 plus 0 into 4. So here Zj 0. Next X2 ന്റെ കേസിലാണെങ്കിൽ 0 into 2 plus 0 into 3. Here also 0. Here 0 into 1 plus 0 into 0 0. Next 0 into 0 plus 0 into 1 equal to 0. Next Cj means a coefficient of x1, x2, s1, s2 in objective function. What is the coefficient of x1 in objective function? x1 in objective function 7, x2 5, then s1, s2 0. So 7 5 0 0. Then what is delta j? Delta j means this is the difference between delta j. We can write the difference between Zj and Cj. Here 0 minus 7, we will get minus 7. 0 then 0 minus 5 minus 5, 0 minus 0 0, 0 minus 0 0. So is it a optimal solution? No. Here if when in case of optimal solution all delta j should be 0. Okay, so here we can write all delta j are not positive. അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തത്, 3 കോളംസ് ഉണ്ടായി. ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ഇൻട്രൊഡ്യൂസ്ഡ് വേരിയബിൾസും പിന്നെ നെക്സ്റ്റ് X2 റൈറ്റ് ഹാൻഡ് സൈഡിലും പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ വേരിയബിൾസ് ഇവിടെ എഴുതും, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇവിടെ എഴുതും. പിന്നെ നമ്മൾ Zj കാൽക്കുലേറ്റ് ചെയ്യും. Zj എന്ന് പറയുന്നത് നമുക്കറിയാം Zj ആണ്. Zj നമ്മൾ ഈ CB അതായത് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻറ്റ് ഒബ്ജക്റ്റീവ് അങ്ങനെ 0 into 1 plus 0 into 4, അതാണ് ഈ ഫസ്റ്റ് Zj. നെക്സ്റ്റ് X2 CB into X2 ആണത് നെക്സ്റ്റ്. അങ്ങനെ നമ്മൾ Zj കണ്ടു. Cj എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള ഇതിൻ്റെ ഓരോന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടു. എന്നിട്ട് ഡെൽറ്റ ജെ അതിൻ്റെ രണ്ടിൻ്റെ എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് എന്നും. അപ്പോൾ നമുക്ക് എല്ലാ ഡെൽറ്റ ജെയും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, പിന്നെ ഒരു റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ ഡെൽറ്റ ജെയും നമ്മൾ പോസിറ്റീവാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ ചെയ്യുക, ഡെൽറ്റ ജെ ഫുള്ള് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് കോളവും അതുപോലെ തന്നെ നമ്മൾ തേർഡ് കോളവും എന്ത് ചെയ്യുന്നത്, നമ്മൾ ചേർത്ത് വായിക്കാൻ ചെയ്യുന്നത്. അത് S1 6 ആയിരിക്കും, S2 12 ആയിരിക്കും, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാം പോസിറ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കീ എലമെൻറ്റ്സും കീ റോസും കീ കോളംസും ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഓൾ ഡെൽറ്റ ജെസ് ആർ നോട്ട് പോസിബിൾ, ദാറ്റ് ഈസ് ഇക്വേഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ. ഇത് ഈസ് നോട്ട് ഒപ്റ്റിമൽ. സോ ഇത് ഒപ്റ്റിമൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് ഇതിൽ നമുക്ക് ഇന്ന്
മാക്സിമം നെഗറ്റീവ് എന്താണ് 7 ആണ് അല്ലേ. ഇതാണ് നമ്മുടെ മാക്സിമം നെഗറ്റീവ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ കോളംസ് എന്താണ് വരുന്നത്, x1 ഈസ് ദ കീ കോളംസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കീ കോളം അല്ലെങ്കിൽ പിവറ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്, x1. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ x1 യൂസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു റീപ്ലേസ്മെൻറ്റ് റേഷ്യോ കാണാം. റേഷ്യോ അല്ലെങ്കിൽ തീറ്റ എന്നൊക്കെ പറഞ്ഞാൽ ബുക്കിൽ കാണാം. റേഷ്യോ അല്ലെങ്കിൽ തീറ്റ ഇങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എക്സ് ബി ബൈ ഏതിൻ്റെതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, x1. ഇത് x1 എടുക്കാൻ കാരണം ഇവിടെ -7 ആണ് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ. ഇപ്പോൾ ഇവിടെയാണ് -7 വരികയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് xb/s2 ആണ്. ഓക്കെ, അപ്പോൾ xb/x1 ആണ്. xb എന്താണ് 6/1 നമുക്ക് 6 കിട്ടി. നെക്സ്റ്റ് xb എന്ന് പറഞ്ഞത് 12 ആണ്. 12/4 = 3. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഇത് കീ കോളമാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. കീ കോളം എന്ന് പറയുമ്പോൾ മാക്സിമം നെഗറ്റീവ് ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് കീ റോ എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ മിനിമം പോസിറ്റീവ് ഏതാണ്, 3. മിനിമം പോസിറ്റീവ് 3. അപ്പോൾ നമുക്ക് ഇത് കീ റോ എന്ന് വെച്ചാൽ മിനിമം പോസിറ്റീവ് ആണ്. അപ്പോൾ കീ റോ ഇവിടെ ഏതാണ്, S2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കീ എലമെൻറ്റ് കണ്ടുപിടിക്കുക. കീ എലമെൻറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, എന്താണ് ഇതിൻ്റെ രണ്ടിനെ കോമൺ ആയിട്ട് വരുന്നതാണ് കീ എലമെൻറ്റ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ കീ x1ൻ്റെ ഈ കോളം, ഓക്കെ, ഇത് പിന്നെ നെക്സ്റ്റ് x2ൻ്റെ ഈ ഒരു ഇത് എടുത്താൽ കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ് 4 ആണ്. സോ 4 ഈസ് ദി കീ എലമെൻറ്റ്. ഓക്കെ, സോ കീ എലമെൻറ്റ് എന്നാണ് 4. ഈ നെക്സ്റ്റ് നമുക്കറിയാം, നമ്മൾ കീ എലമെൻറ്റ്, ഇഫ് യു ഫൈൻഡ് ദ കീ എലമെൻറ്റ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഇഫ് യു ഗെറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കീ എലമെൻറ്റ് എടുത്തിട്ട് കീ എലമെൻറ്റിൻ്റെ ഈ റോ നമുക്ക് കീ എലമെൻറ്റിന് 1 ആക്കണം. അതായത് കീ എലമെൻറ്റിനെ നമുക്ക് 1 ആക്കണം. കീ എലമെൻറ്റിൻ്റെ കോളത്തിലുള്ള മറ്റ് എലമെൻറ്റ്സിനെ നമ്മൾ എന്താക്കണം, 0 ആക്കണം. അതായത് കീ 4നെ നമുക്ക് 1 ആക്കണം. ബാക്കി കീ കോളം എന്ന് വെച്ചാൽ ഈ കീ കോളത്തിൽ ബാക്കി ഏത് എലമെൻറ്റാണ് വരുന്നത്, ഈ 1 ഇല്ലേ, ഈ 1 നമുക്ക് 0 ആക്കണം ബൈ യൂസിങ് ദിസ് കീ റോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് താഴേക്ക് എഴുതാം. അപ്പോൾ ഇനി ഏതൊക്കെ അങ്ങനെ കീ എലമെൻറ്റ്സും കീ കോളംസും മാറ്റം വരുമ്പോൾ ഏതൊക്കെ ഇതിലാണ് നമുക്ക് ചേഞ്ച് വരിക, നമുക്ക് ഇവിടെ മുതലങ്ങ് ചേഞ്ച് വരുള്ളൂ. ഈ ബേസിക്സും CBയും അതുപോലെ തന്നെ ആയിരിക്കും. ഈ സ്റ്റെപ്പ് നെസസറി അല്ല, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് എഴുതി തരാം. ഈ ബേസിക്സ് ഇത് രണ്ടും സെയിം കോളംസ് ആയിരിക്കും. XB മുതലാണ് നമ്മളത് എന്ത് ചെയ്യുക, മാറുന്നത് ഇല്ല. അപ്പോൾ നമുക്കത് താഴെ ഇടാം. ഇനി ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു സ്പേസ് മാത്രമാണ് ചേഞ്ച് ചെയ്യുക, ഇത്രയും ഭാഗം ഇത് നമുക്ക് താഴെ ഇടാം. 6 1 2 1 0. ഓക്കെ, നെക്സ്റ്റ് 12 4 3 0 1. അതായത് ഈ ഫസ്റ്റ് സെക്കൻഡ് കോളം ചേഞ്ച് ചെയ്യില്ല. നമ്മൾ കീ എലമെൻസിനെ 1 ആക്കാൻ വേണ്ടിയിട്ടും റിമൈനിങ് എലമെൻറ്റ്സ് ഇൻ കീ കോളം 0 ആക്കാൻ വേണ്ടിയിട്ടും നമ്മൾ XB മുതൽ ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്, ഈ ഒരു 4നെ നമുക്ക്, അപ്പോൾ ഈ റോസാണ് നമുക്ക് R1 എടുക്കല്ലേ, ഈ റോസ് നമുക്ക് R2 ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയാണ് നമുക്ക് ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ്, ഈ എലമെൻറ്റ്സിനെ നമുക്ക് ഇതിനെന്താക്കണം, നമുക്ക് 1 ആക്കണം വേണ്ടേ. അപ്പോൾ ഇത് അതുപോലെ തന്നെ എഴുതുക. ഇതിന് 1 ആക്കിയിട്ട് നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യേണ്ടത്, R2 ഇതെന്താണ് R2 ആണ് അല്ലേ. R2
ലീവ്സ് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ എന്താണ് R2ൻ്റെ ബേസിൽ തന്നെ. ഇപ്പോൾ R1നെ ഇവിടെ 0 ആക്കണമെങ്കിലും ഇവിടെ 1 ആക്കണമെങ്കിൽ R2യുടെ ബേസിൽ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ R2 ഗീവ്സ് എന്നാണ് നമുക്കറിയാം. ഓൾറെഡി നമുക്ക് ഓൾഡ് R2 ഇൻറ്റു 1/4 അല്ലേ. അതായത് ഈ സെക്കൻഡ് കോളത്തിന് നമുക്ക് 1/4 മൾട്ടിപ്ലൈ, സെക്കൻഡ് റോസിന് 1/4 മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതാം. 6 1 2 1 0. ഓക്കെ. ഈ സെക്കൻഡിന് നമുക്ക് എങ്ങനെ എഴുതണം? 12/R2 എന്ന് പറയുമ്പോൾ 12 സെക്കൻഡ് കോളം, 12/4 3. നെക്സ്റ്റ് 4 ഇൻറ്റു 1/4 ആണ്. 4 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 1. ഇത് ഓൾറെഡി കീ എലമെൻറ്റ്സ് നമ്മൾ 1 ആക്കി. ഓക്കെ. നെക്സ്റ്റ് 3 R2ൽ വരുന്ന 3 ആണ്. 3 ഇൻറ്റു 1/4 3/4 വരും. നെക്സ്റ്റ് 0 ഇൻറ്റു R2 0. 0 ഇൻറ്റു 1/4 0 വരും. നെക്സ്റ്റ് 1 ഇൻറ്റു 1/4 ഓരോ എലമെൻറ്റ്സിനും എടുക്കും. 1/4 വരും. മനസ്സിലായില്ലേ? ഇത് അതായത് നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടും നമ്മൾ R1ഉം R2 ആയിട്ട് കൺസിഡർ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം ആയിട്ട് അങ്ങനെ ചെയ്യട്ടെ, ഞാൻ ജസ്റ്റ് ചെയ്തു എന്നുള്ളൂ. നമുക്കൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു സൈഡിലോ വെച്ചിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ XB മുതൽ ഇത്രയും ഭാഗമാണ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ കീ എലമെൻറ്റിനെ മാറ്റിയിട്ട് 1 ആക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതാണ് പുതിയ ഇത്. നമുക്ക് എന്ത് ചെയ്തു? R1ഉം R2ഉം ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ R1, ഇത് R1. നെക്സ്റ്റ് നമ്മൾ R2 എന്ന് പറയുന്നത് ഇത് തന്നെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഇത് ഓക്കെ ആയി. ഇവിടെ നമുക്ക് 1 ആയി. ഇനി ഇതിനെ നോക്കണ്ട. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് 0 ആക്കണം. ഓക്കെ. അപ്പോൾ 0 ആക്കാൻ നമുക്ക് 0 ആക്കണമെങ്കിൽ എന്തായിരിക്കും? ഇവിടെ R1 നമുക്ക് ചേഞ്ച് ചെയ്യണം. സോ R1 ഗീവ്സ് R1 മൈനസ് R2 ചെയ്താൽ മതിയില്ല. R1 മൈനസ് R2 1 മൈനസ് 1 നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് R1 ഗീവ്സ് R1 മൈനസ് R2. ഇതാണ് നമ്മുടെ R1 കാണുന്നുണ്ടാവില്ല. R1 മൈനസ് R2 എന്ന് വെച്ചാൽ 6 മൈനസ് 3 എത്ര വരുന്നത്? 6 മൈനസ് 3 നമുക്ക് 3 സ്റ്റെപ്പ് നമുക്ക് ഇവിടെ എഴുതണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇത് നമുക്ക് വേണ്ടത് എന്താണ്? സിംപ്ലക്സ് ടേബിൾ 1 ആണിത്. നെക്സ്റ്റ് ഇനി സിംപ്ലക്സ് ടേബിൾ 2 കിട്ടാനുള്ളതാണ് ഈ പറയുന്നത്. 6 മൈനസ് 3 R1 മൈനസ് R2 നമുക്ക് 3 കിട്ടി. ഇവിടെ 1 മൈനസ് 1 ആണ് പുതിയ R1. ഇപ്പോൾ 0 വരും. നെക്സ്റ്റ് ഇവിടെ എന്താണ്? 2 മൈനസ് 3/4 ഇല്ലേ. 2 മൈനസ് 3/4 5/4 വരും. ചെയ്ത് നോക്കുക. 2 മൈനസ് 3/4 5/4 വരും. 1 മൈനസ് 0 1. 0 മൈനസ് 1/4 മൈനസ് 1/4. ഇനി R2 നമ്മൾ സെയിം ആയിട്ട് ചെയ്ത്. R2 എന്താണ്? 3 1 3/4 0 1/4. ഓക്കെ. അപ്പോൾ ഇത് ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ പുതിയ സിംപ്ലക്സ് ടേബിൾ വരച്ചിട്ട് നമുക്ക് ഇവിടെ ഈ XB മുതലുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ഈ XB മുതൽ നമുക്ക് ഈ ഒരു കോളമാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും നമ്മുടെ നെക്സ്റ്റ് ടേബിൾ നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ B എന്നുള്ളത് നമുക്ക് എവിടെയും B നമ്മൾ ബേസിക് മാറുന്നുണ്ട്. എവിടെയാണോ നമ്മുടെ കീ എലമെൻറ്റ് വന്നത് ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ ആയിരിക്കും നമ്മൾ ബേസിക്സിൽ വരിക. ഓക്കെ. അപ്പോൾ ഇവിടെ കീ എലമെൻറ്റ് ഇവിടെയാണ്. അപ്പോൾ S1 അതുപോലെ തന്നെ ഇതാ S1ഉം അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ 0 ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുക. നെക്സ്റ്റ് കീ എലമെൻറ്റ് ഏതാണ്? കീ എലമെൻറ്റ് ഇതിൽ 4 ആണ്. അപ്പോൾ കീ എലമെൻറ്റ് വരുന്നതാണ് നമുക്ക് നെക്സ്റ്റ്
ഇൻട്രൊഡ്യൂസർ വേരിയബിളിൻ്റെ പ്ലേസിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 4 ആയതുകൊണ്ട് നമ്മൾ ആ x1 നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ എഴുതണം. ഇനി x1 ഇവിടെ എഴുതുന്നത് നമുക്ക് CB എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ x1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് 7 ആണ് വരുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് 7 ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ 7 എഴുതി. പിന്നെ XB മുതൽ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ ആണ് വരുന്നത്. ഓക്കെ, XB മുതൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂസ് ഇവിടെ എഴുതുക. 3 0 5/4 1 -1/4 1 3/4 സോറി 3 ഉണ്ട് ഇവിടെ 3 ഇവിടെ 3 ഉള്ളത് 1 ആണ് അല്ലേ. 1 3/4 0 1/4 ഇത്രേ വരും. പിന്നെ ഇവിടെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ നമുക്ക് വേണ്ടി വരും. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അറിയില്ലല്ലോ ആൻസർ എന്ത് വരും എന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി സ്പേസ് ഇവിടെ വിടണം. ഓക്കെ, എന്നിട്ട് വേണം കോളം വരയ്ക്കാം. അപ്പോൾ ZJയും CJയും ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചെയ്യാം. എന്താണ് ZJ? 0 × 0 + 7 × 1 ഇല്ല. 0 CB × x1 ആണ്. 0 × 0 + 7 × 1 സോ 7 വരും. നെക്സ്റ്റ് 0 × 5/4 + 7 × 3/4 0. ഇവിടെ CB 0 ആണെങ്കിൽ നമുക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി 0 ആയിരിക്കും. 0 × ആണ് വരിക, അപ്പോൾ 0 ആയിരിക്കും. അപ്പോൾ 7 × 3/4 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ് 21/4. 21/4. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 0 × 1 0 ആണ് + 7 × 0 0 വരും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 0 × -1/4 0 + 7 × 1/4 സോ ഇവിടെ നമുക്ക് 7/4 വരും. നെക്സ്റ്റ് CJ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ CJ എല്ലാത്തിലും സെയിം ആണ്, കാരണം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് വരുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അത് നമ്മൾ നേരത്തെ ചെയ്ത ഇത് സിംപ്ലക്സ് ടേബിൾ 2 ആണ്, ഇത് സിംപ്ലക്സ് ടേബിൾ 1 ആണ്. ഈ 1 തന്നെ ആയിരിക്കും വരിക അല്ലേ. 7 5 0 0 x1 7 x2 5 0 0. ഈ നമുക്കറിയാം θJ എന്ന് പറഞ്ഞാൽ എന്താണ്, ΔJ = ZJ - CJ ആണ്. സോ 7 - 7 0. ഓക്കെ, നെക്സ്റ്റ് 21/4 -5 21/4 -5 ചെയ്ത് നോക്കുക. 1/4. -5 ചെയ്ത് 21/4 -5. അപ്പോൾ 21/4 -/4 എന്താണ്, നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആകുമ്പോഴാണ് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പോസിബിൾ ഉള്ളൂ. സോ 4 × 5 ഇവിടെ 1 × 4 വരും, 4 × 5 എന്ന് വരുമ്പോൾ 20 വരും. ഓക്കെ, സോ 21 - 21 1/4. സോ ഈ 1/4 ആണ് നമുക്ക് ഇവിടെ വരുന്ന 1/4. ഓക്കെ, 21/4 -5 1/4. 0 - 0 0 7/4 0. അപ്പം നമുക്ക് 7/4. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതിലെല്ലാം എന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണല്ലേ. അപ്പോൾ ഈ ഒരു കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് ZG എന്ന് വെച്ചാൽ ΔJ = പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒപ്റ്റിമൽ സൊല്യൂഷൻ ΔJ പോസിറ്റീവ് വാല്യൂസ് ആണ്. all ΔJ are positive. അപ്പോൾ നമുക്ക് that is optimal solution. Optimal solution we discussed yesterday. Okay, optimal solution means when we give the values x and y or x1 x2 anything to objective function that satisfy these constraints. അതായത് നമ്മൾ ഈ വാല്യൂ നമുക്ക് കിട്ടുന്ന x1 x2 എന്നുള്ള വാല്യൂസ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് വരുന്ന 2 കൺസ്ട്രെയിൻ, അതായത് മിനിമം അതുപോലെ തന്നെ മാക്സിമം, ഈ 2 വരുന്ന ഈ വാല്യൂസ്, അതായത് ആ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന
ഹയസ്റ്റ് മിനിമം ആണ് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ, പിന്നെ ഹയസ്റ്റ് മാക്സിമം ആണ് വേറൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, സോ ഇതെന്താണ് അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ, കാരണം രണ്ട് പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ ഏതൊക്കെ തമ്മിലാണ് റീഡ് ചെയ്യേണ്ടത്? കോളം 1 ആൻഡ് കോളം 3. സോ നമുക്ക് കോളം 1 എന്താണ്, ബിയുടെ കോളംസും നമുക്ക് റീഡ് ചെയ്യണം, അതുപോലെ തന്നെ എക്സ് ബിയുടെ കോളംസും ഒരുമിച്ച് റീഡ് ചെയ്യുക. അതായത് S1 3 ആണ്, അതുപോലെ തന്നെ X1ഉം 3 ആണ്. അപ്പോൾ നമുക്ക് X2 ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇല്ലേ, എന്നാലും നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ആ വാല്യൂസൊക്കെ കൊടുക്കാൻ പറ്റില്ല. X2 നമുക്ക് ഓൾറെഡി ഇതിൽ തന്നിട്ടില്ല, സോ 0 തന്നെയാണ്. എന്നാലും നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു കൺസ്ട്രെയിനിൽ വെച്ചിട്ട് നമുക്കൊന്നും കൂടെ പ്രൂവ് ചെയ്യാം. ശരിക്കും ഇങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്, നമുക്ക് ആ കൺസ്ട്രെയിൻസിൽ തന്നെ കൊടുക്കാം. S1 that is we got S1 is equal to 3 and X1 equal to 3. Substitute in ഇതിൽ ഇക്വേഷൻ 1 കൊടുക്കുന്നുണ്ട്. കൺസിഡർ ഇക്വേഷൻ 1. ഓക്കെ, ദാറ്റ് ഈസ് X1 പ്ലസ് 2X2 പ്ലസ് S1 ഈക്വൽ ടു 6. സോ ഇവിടെ 3 പ്ലസ് 2X2 പ്ലസ് 3 ഈക്വൽ ടു 6. That means 6 ആകുമ്പോൾ 2X2 will get 0. So X2 equal to 0. So X2 0 ആണ്. സോ സെറ്റ് എന്നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്കുണ്ട്. സെറ്റ് is equal to എന്താണ്, 7X1 പ്ലസ് 5X2 പ്ലസ് ഇത് വേണമെങ്കിൽ ചെയ്യുക, ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. 0S1 കാരണം ഓൾറെഡി 0 ആണ്, പ്ലസ് 0S2. 7X1 means 7 into 3 plus 5 into X2 0 plus 0 into S1 3 plus 0 into S2 0. അപ്പം നമുക്ക് കിട്ടുന്നത് 7 into 3 എന്ന് പറയുന്നത് 21 ആണ്, പ്ലസ് 0 ഇവിടെയും 0 into 0 ഇവിടെയും 0. സോ ആൻസർ ഈസ് 21. സോ 21 ഈസ് ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, ഇൻ കേസ് ഇവിടെയും നെഗറ്റീവ് ആണ്, ഈ ഒരു സെക്കൻഡ് ഡെൽറ്റ ജെ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നെഗറ്റീവ് ഹയസ്റ്റ് എടുക്കുക, എന്നിട്ട് ആ കറസ്പോണ്ടിങ് കോളം വെച്ചിട്ട് നമുക്കിവിടെ റീപ്ലേസ് വാല്യൂ കാണാം, പിന്നെ കീ എലമെൻറ്റ് കാണുക, അതിനെ 1 ആക്കുക, അതിന് മുകളിലെല്ലാം 0 ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. പോസിറ്റീവ് എവിടെ കിട്ടുന്നോ അവിടെ വരെ റിപ്പീറ്റ് ചെയ്യുക. പോസിറ്റീവ് കിട്ടിയാൽ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ആയിരിക്കും നമ്മൾ റിലേഷൻ വരുന്നത്. ഓക്കെ, താങ്ക് യു.